ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് തമിഴ്നാട്ടിലെ വെല്ലൂർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യൻ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും 3 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. വിവിധ ഇൻഷുറൻസ് നിയമങ്ങളുടെ ഭേദഗതി വിഭാവനം ചെയ്യുന്ന സബ്കാ ഭീമ സബ്കി രക്ഷ ബിൽ ലോക്സഭ പാസാക്കി. കേരളത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഡൽഹിയിലെ വായു മലിനീകരണം പരിഹരിക്കുന്നതിന് കർശന നടപടികളുമായി ഡൽഹി സർക്കാർ. കൃത്യമായ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് നാളെ മുതൽ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നൽകില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലഖ്നൌവിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരാഴ്ച നീണ്ട കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനം പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ഇന്ന് തമിഴ്നാട്ടിലെ വെല്ലൂർ സന്ദർശിക്കും. തമിഴ്നാട് ഗവർണർ RN രവിയും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും രാഷ്ട്രപതിയെ സ്വാഗതം ചെയ്യും. തുടർന്ന് ശ്രീപുരം സുവർണക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന രാഷ്ട്രപതി ക്ഷേത്ര സമുച്ചയത്തിലെ ധ്യാന പവലിയൻ ഉദ്ഘാടനം ചെയ്യും. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്യോപ്യൻ പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് അലി സമ്മാനിച്ചു. ഇന്ത്യ എത്യോപ്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ അസാധാരണ സംഭാവനകൾക്കാണ് പുരസ്കാരം. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെയാണ് പ്രധാനമന്ത്രി എത്യോപ്യയിലെത്തിയത്. ലോകത്തിലെ ഏറ്റവും പുരാതന നാഗരികതകളിൽ ഒന്നിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നതായി ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. उन अनगिनत भारतीयों का है जिन्होंने हमारी साझेदारी को आकार दिया. 1896 के संघर्ष में सहयोग देने वाले गुजराती व्यापारी हो, इथोपियन मुक्ति के लिए लड़ने वाले भारतीय सैनिक हो या शिक्षा और निवेश के माध्यम से भविष्य संवारने वाले भारतीय शिक्षक और उद्योगपति. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ തീരുമാനമായി. 3 ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. എത്യോപ്യൻ പാർലമെന്റിന്റെ സമ്മേളനത്തെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 3ാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒമാനിലെത്തും. ജോർദാൻ എത്യോപ്യ സന്ദർശനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഒമാനിലെത്തുന്നത്. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദിയുടെ സന്ദർശനം. കാർഷിക മേഖലയിൽ AI ചെലുത്തുന്ന പ്രത്യക്ഷ സ്വാധീനത്തെക്കുറിച്ച് ഒരു സംഗ്രഹം സമർപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ത്യ AI മിഷൻ ആഗോളതലത്തിൽ അപേക്ഷ ക്ഷണിച്ചു. മഹാരാഷ്ട്ര സർക്കാരിന്റെ AI അഗ്രിടെക് ഇന്നൊവേഷൻ സെന്ററുമായി സഹകരിച്ച് ലോകബാങ്കിന്റെ പിന്തുണയോടെയാണ് മന്ത്രാലയം ദൌത്യം നടപ്പിലാക്കുന്നത്. കൃഷിരീതികൾ മെച്ചപ്പെടുത്തുന്നത് ഉൾപ്പെടെ AI അധിഷ്ഠിത പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇന്നലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ജെറുസലേമിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, സമ്പദ്വ്യവസ്ഥ, കണക്ടിവിറ്റി, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഇസ്രയേൽ സാമ്പത്തിക വ്യവസായ മന്ത്രി നീർ ബർക്കത്തുമായും S ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ പൂർത്തിയാക്കണമെന്ന് ശ്രീ ജയശങ്കർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ SIRമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,32,269 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.93%. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വീടുകൾ തോറുമുള്ള വിവരശേഖരണം നാളെ അവസാനിക്കും. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലേക്ക് അടുത്ത മാസമാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ്. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26-27 തീയതികളിൽ നടത്തും. ഡൽഹിയിലെ വായു മലിനീകരണം പരിഹരിക്കുന്നതിന് കർശന നടപടികളുമായി ഡൽഹി സർക്കാർ. കൃത്യമായ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക്
നാളെ മുതൽ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നൽകില്ല. ഡൽഹിയിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്ന ട്രക്കുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുമെന്നും ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടാതെ ഡൽഹിക്ക് പുറത്തുനിന്നുള്ള BS6 അല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾക്കും നാളെ മുതൽ ദേശീയ തലസ്ഥാനത്തേക്ക് പ്രവേശനം അനുവദിക്കുകയില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വിവിധ ഇൻഷുറൻസ് നിയമങ്ങളുടെ ഭേദഗതി വിഭാവനം ചെയ്യുന്ന സബ്കാ ഭീമ സബ്കി രക്ഷ ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് മികച്ച സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് ഇൻഷുറൻസ് മേഖലയുടെ വളർച്ചയും വികസനവും ത്വരിതപ്പെടുത്താനാണ് ബില്ല് ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പാവപ്പെട്ട ഗ്രാമീണ കുടുംബങ്ങൾക്ക് 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 പകരമായാണ് ബില്ല് അവതരിപ്പിച്ചത്. ബില്ലിനുമേൽ ഇന്നും ചർച്ച തുടരും. വിശദാംശങ്ങളിലേക്ക്. വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിൽ ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഗ്രാമീണ കുടുംബങ്ങളിലെ മുതിർന്ന അംഗങ്ങൾക്ക് 125 ദിവസത്തെ വേതനത്തോടു കൂടിയ തൊഴിൽ ഈ പദ്ധതി ഉറപ്പു നൽകുന്നു. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങളും സുസ്ഥിരമായ അടിസ്ഥാന സൌകര്യങ്ങളും സൃഷ്ടിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക, മികച്ച വേതനത്തിലൂടെ ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുക, ഗ്രാമവികസനം ത്വരിതപ്പെടുത്തുക എന്നിവയാണ് ബില്ലിന്റെ ലക്ഷ്യങ്ങൾ. വിവിധ പദ്ധതികൾ സംയോജനവും ബിൽ ലക്ഷ്യമിടുന്നുണ്ട്. ബില്ലിന് കീഴിൽ പുതുക്കിയ വേതന നിരക്കുകൾ കേന്ദ്ര സർക്കാർ അറിയിക്കുന്നതുവരെ നിലവിലുള്ള വേതനം തുടരും. തൊഴിലുറപ്പ് പദ്ധതിക്കായി മോദി സർക്കാർ 8,53,000 കോടി രൂപ ചെലവഴിച്ചുവെന്ന് ബിൽ അവതരിപ്പിച്ച കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 5 രാജ്യങ്ങൾക്ക് കൂടി യാത്രാവിലക്ക് ഏർപ്പെടുത്തി അമേരിക്ക. ബുർക്കിന ഫാസോ, മാലി, നൈജർ, ദക്ഷിണ സുഡാൻ, സിറിയ എന്നീ രാജ്യങ്ങൾക്കാണ് വിലക്ക്. അതേസമയം നേരത്തെ പട്ടികയിലുള്ള രാജ്യങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. 15 രാജ്യങ്ങൾക്ക് ഭാഗിക നിയന്ത്രണമുണ്ട്. കൂടാതെ പാലസ്തീനിൽ നിന്നുള്ള യാത്രാരേഖകളുള്ള വ്യക്തികളുടെ പ്രവേശനവും പൂർണ്ണമായി നിയന്ത്രിച്ചിട്ടുണ്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലഖ്നൌവിൽ നടക്കും. ഏകന സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. 5ാമത്തെയും അവസാനത്തെയും മത്സരം വെള്ളിയാഴ്ച അഹമ്മദാബാദിലാണ് നടക്കുന്നത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 6ാം ദിനമായ ഇന്ന് 72 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. നേരത്തെ പ്രദർശനം നിഷേധിച്ച 6 ചിത്രങ്ങളുടെയും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനയുടെ 5 ഡൈവിംഗ് സപ്പോർട്ട് കപ്പലുകളിൽ ആദ്യത്തേതായ DSC A20 കൊച്ചിയിലെ നാവിക ആസ്ഥാനത്ത് കമ്മീഷൻ ചെയ്തു. ദക്ഷിണ നാവിക കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അത്യാധുനിക ഡൈവിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ഈ കപ്പൽ ഡൈവിംഗ് ദൌത്യങ്ങൾ ഉൾപ്പെടെ നിർണായക പങ്കുവഹിക്കും. അടുത്തിടെ നടപ്പിലാക്കിയ 4 തൊഴിൽ നിയമങ്ങളും തൊഴിലാളികളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. തൊഴിലാളി ഉച്ചകോടി 2025 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതിയ നിയമപ്രകാരം കരാർ തൊഴിലാളികളെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെന്നും ഇത് അവർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വയനാട് മേപ്പാടി കള്ളാടി ആനക്കാംപൊയി തുരങ്കപാതയ്ക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. തുരങ്കപാത നിർമ്മാണവുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് കോടതി വ്യക്തമാക്കിയതായും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് വയനാട് യാത്രയിൽ വലിയ സമയലാഭം സൃഷ്ടിക്കുന്ന പദ്ധതിയാണ് വയനാട് തുരങ്കപാത. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് തമിഴ്നാട്ടിലെ വെല്ലൂർ സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എത്യോപ്യൻ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും 3 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. വിവിധ ഇൻഷുറൻസ് നിയമങ്ങളുടെ ഭേദഗതി വിഭാവനം ചെയ്യുന്ന സബ്കാ ഭീമ സബ്കി രക്ഷ ബിൽ ലോക്സഭ പാസാക്കി. കേരളത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഡൽഹിയിലെ വായു മലിനീകരണം പരിഹരിക്കുന്നതിനുള്ള കർശന നടപടികളുമായി ഡൽഹി സർക്കാർ. കൃത്യമായ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് നാളെ മുതൽ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നൽകില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ലഖ്നൌവിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.